നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവർ യദുവും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഇപ്പോൾ മേയർക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത്. സൈബർ ആക്രമണത്തിൽ ഇപ്പോൾ വിതുമ്പിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു മേയർ. കോർപ്പറേഷനിൽ നടന്ന യോഗത്തിനിടെയായിരുന്നു തനിക്ക് നേരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന് മേയർ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. എന്നാൽ ഇതിനും ട്രോളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട എന്നാണ് ട്രോളന്മാരുടെ മറുപടി. കാരണം ആര്യ രാജേന്ദ്രനും ചിന്താ ജെറോമും ഒക്കെ കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു വാങ്ങുന്ന ടീമുകളാണ്. അതുകൊണ്ട് ഞങ്ങൾ തന്നുകൊണ്ടേയിരിക്കുമെന്നും ട്രോളുകൾ വരുന്നു. പാളയത്ത് വെച്ച് നടന്ന വാക്കുതർക്കത്തിൽ KSRTC ഡ്രൈവർക്കെതിരെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗം പ്രമേയം പാസാക്കിയിരുന്നു. KSRTC ഡ്രൈവർ യദുവിനെ പിരിച്ചുവിടണമെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നുമുള്ള പ്രമേയമാണ് കൌൺസിൽ പാസാക്കിയത്. ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച കൌൺസിൽ യോഗത്തിൽ BJP അംഗം അനിൽകുമാറാണ് മേയറുടെ റോഡിലെ തർക്കം ഉന്നയിച്ചത്. തുടർന്ന് CPM BJP കൌൺസിലർമാർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുകയും ചെയ്തിരുന്നു. മേയർ പദവി ദുരുപയോഗം ചെയ്താണ് ബസ് തടഞ്ഞതെന്ന് BJP അംഗം അനിൽകുമാർ ആരോപിച്ചു. തലസ്ഥാനത്തെ ജനങ്ങളുടെ ആത്മാഭിമാനത്തെയാണ് മുറിവേൽപ്പിച്ചതെന്നും സമൂഹത്തോട് മേയർ മാപ്പ് പറയണമെന്നും BJP ആവശ്യപ്പെട്ടു. BJP അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മേയർ നഗരസഭയ്ക്ക് അപമാനമാണെന്നും രാജിവെക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. കോൺഗ്രസ് അംഗങ്ങളും വിമർശനം ഉന്നയിച്ചു. യദു ആവശ്യപ്പെട്ടാൽ സംരക്ഷണം നൽകുമെന്ന് BJP അംഗങ്ങൾ വ്യക്തമാക്കി. ഈ യോഗത്തിലാണ് പ്രമേയ ചർച്ചയ്ക്കിടെ വിതുമ്പിക്കൊണ്ട് മേയർ സംസാരിച്ചത്. താൻ പ്രതികരിച്ചത് തെറ്റായ പ്രവണതയ്ക്കെതിരെയാണെന്നും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നേരിടുന്നതെന്നും ഒരു മാധ്യമങ്ങളും ഇക്കാര്യങ്ങളൊന്നും ചൂണ്ടിക്കാട്ടിയില്ല എന്നും മാധ്യമങ്ങൾ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും മേയർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സൈഡ് കൊടുക്കാത്തതിനല്ല, ലൈംഗികമായി അധിക്ഷേപിച്ചതിനാണ് പ്രതികരിച്ചതെന്നും നിയമ നടപടി തുടരുമെന്നും മേയർ പറഞ്ഞു. സത്യാവസ്ഥ പുറത്തുവരും. പ്രതികരിക്കുന്നതിന് മുൻപേ മന്ത്രിയെയും പോലീസിനെയും അറിയിച്ചുവെന്നും മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞത്. ഡ്രൈവറെ പിരിച്ചുവിടാൻ പ്രമേയം പാസാക്കണമെന്ന് CPM അംഗങ്ങൾ ആവശ്യപ്പെട്ടു. തുടർന്ന് CPM അംഗം ഡോക്ടർ R അനിൽ പ്രമേയം അവതരിപ്പിച്ചു. വാക്കാലുള്ള പ്രമേയം തുടർന്ന് പാസാക്കുകയായിരുന്നു. ഒരു സ്ത്രീ എന്ന നിലയിൽ പ്രതിപക്ഷ അംഗങ്ങൾ വസ്തുത അറിയാൻ ഒന്ന് ഫോൺ പോലും പ്രതിപക്ഷ അംഗങ്ങൾ വിളിച്ചിട്ടില്ല എന്ന് ആര്യ രാജേന്ദ്രൻ യോഗത്തിൽ പറഞ്ഞു. എന്നാൽ മേയർ ഫോൺ വിളിച്ചാൽ എടുക്കാറില്ലെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ മറുപടി കൊടുത്തു. സ്ത്രീത്വത്തെ അപമാനിച്ച പ്രതിയെ ന്യായീകരിക്കുന്നതിന് പ്രതിപക്ഷത്തിന് ഉളുപ്പില്ലേ എന്നും CPM പ്രതിനിധികൾ ചോദിച്ചു. പ്രമേയ അവതരണത്തിനിടെ BJP കൌൺസിൽ യോഗം ബഹിഷ്കരിക്കുകയായിരുന്നു. എന്നാൽ ഇതിലിപ്പോൾ ആര്യയ്ക്ക് കുരുക്കാകുന്ന പല കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആര്യയും യദുവും തമ്മിലുണ്ടായ തർക്കത്തിന് പിന്നാലെ KSRTC സൂപ്പർ ഫാസ്റ്റിലെ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ പോലീസ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം വന്നതിന് ശേഷമാണ് പോലീസ് ഈ ഒരു നീക്കത്തിലേക്ക് പോലും കടന്നിരിക്കുന്നത്. ബസിലെ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡിംഗിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ശേഖരിക്കാൻ അനുമതി തേടി കന്റോൺമെന്റ് പോലീസ് തമ്പാനൂർ യൂണിറ്റ് ഓഫീസർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. നിലവിൽ സർവീസിലുള്ള വാഹനം ചൊവ്വാഴ്ച രാത്രി 10:30 തമ്പാനൂരിലെത്തും. പിന്നീട് KSRTC സാങ്കേതിക വിദഗ്ധന്റെ സഹായത്തോടെ പോലീസ് ദൃശ്യങ്ങൾ ശേഖരിക്കുമെന്നാണ് വിവരം. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് തൃശൂരിൽ വെച്ച് ബസിലെ ക്യാമറ പരിശോധിക്കാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് പിന്നീട് ഇത് വേണ്ട എന്ന് വെക്കുകയായിരുന്നു. അടുത്തിടെയാണ് KSRTCയിൽ ക്യാമറകൾ ഘടിപ്പിച്ചത്. ഡ്രൈവർ ക്യാബിനിൽ നിന്ന് മുന്നിലേക്കും യാത്രക്കാരുടെ ഭാഗത്തേക്കും ബസിന് പിന്നിലുമായി 3 ക്യാമറകളുണ്ട്. ബസും മേയറുടെ കാറും തമ്മിൽ മത്സരിച്ചോടിയെന്ന് പറയപ്പെടുന്ന പട്ടം മുതൽ പാളയം വരെയുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കാനാണ് പോലീസിന്റെ നീക്കം. ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബസ് കടത്തിവിടാൻ അനുവദിക്കാതെ കാറ് മുന്നിൽ ഓടിച്ചെത്തിയതായും ബസ് ഡ്രൈവർ ആരോപിച്ചിരുന്നു. ഇക്കാര്യത്തിലെ തെളിവ് ബസിലെ ക്യാമറയിൽ നിന്ന് ലഭ്യമാകും. വഴിയരികിലെ നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങളും നിർണായകമാകും. ആധുനിക നിരീക്ഷണ ക്യാമറകളിൽ ദൃശ്യത്തിനൊപ്പം ശബ്ദം റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനവുമുണ്ട്. ശബ്ദരേഖ കൂടി ലഭിച്ചാൽ ഇവർ തമ്മിലുള്ള തർക്കത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ബസിനുള്ളിൽ നിന്ന് സംഭവം ചിത്രീകരിച്ച സ്വിഫ്റ്റ് ജീവനക്കാരന്റെ മൊബൈൽ ഫോണിൽ നിന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ മേയർ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ബസ് ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചു, ബസ് ഇടിപ്പിക്കാൻ ശ്രമിച്ചു എന്നിവയാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതി. ഇതിനുള്ള തെളിവും ദൃശ്യങ്ങളിലുണ്ടാകും. യാത്രക്കാരെ ഇറക്കി വിട്ടതാരാണെന്നും ദൃശ്യങ്ങളിൽ നിന്ന് അറിയാൻ കഴിയും.
മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് MLA ബസിനുള്ളിൽ കയറിയത് വലിയ ആരോപണങ്ങൾക്കിടയാക്കിയിരുന്നു. എന്നാൽ MLA യാത്രക്കാരോട് മോശമായി പെരുമാറിയിട്ടില്ല എന്ന് കണ്ടക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. വിവാദം കടുക്കുമ്പോഴും ബസിലെ ക്യാമറയെക്കുറിച്ച് KSRTC മൗനം പാലിച്ചതിൽ ദുരൂഹതയുണ്ട്. കൂടാതെ KSRTC അധികൃതർ നടത്തിയ അന്വേഷണത്തിൽ സ്വന്തം ബസിലെ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിക്കാതെയാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ബസ് തടഞ്ഞെന്ന ഡ്രൈവറുടെ പരാതിയിൽ മേയർക്കെതിരെ കേസെടുക്കാൻ പോലീസും ഇതുവരെ തയ്യാറായിട്ടില്ല. ബസിൽ ക്യാമറയുണ്ടെന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് പിന്നാലെയാണ് പോലീസ് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറായത്.